അങ്ങനെ ദുബായിലെത്തി ആദ്യത്തെ മെയിനായിട്ടുള്ള കാഴ്ച കാണാനായിട്ട് പോവാണ്. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് ദുബായ് ഫ്രെയിം കാണാനാണ്. അൽ കരാമ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങിയിട്ട് പതുക്കെ നടന്നാൽ മതി, ദേ കാണുന്ന ദുബായ് ഫ്രെയിമിൻ്റെ അടുത്തേക്ക് എത്താം. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ദുബായ് വരണം, ദുബായ് ഫ്രെയിമിൻ്റെ മുകളിൽ കയറണം എന്നൊക്കെ. അത് ഏറ്റവും അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം, എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കുറച്ച് ദൂരം നടക്കാനുള്ള വഴികളൊക്കെ നല്ല വൃത്തിയാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നടന്ന് പോകുമ്പോൾ പല ഗേറ്റുകൾ കാണും. പക്ഷേ മെയിൻ ഗേറ്റിൻ്റെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവിടെയാണ് എൻട്രൻസ് ഉള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് കയറാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ദൂരെ നമുക്ക് ഇങ്ങനെയൊരു സ്റ്റീൽ ഫ്രെയിം കാണാൻ പറ്റും. സ്റ്റീൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എത്ര ഭംഗിയാന്ന് നോക്കി, ദൂരെ നോക്കുമ്പോൾ തന്നെ നല്ല ഗോൾഡൻ കളറൊക്കെ ആയിട്ട്. അതിൻ്റെ സൈഡിൽ കാണുന്ന ഗ്ലാസ് ഇതാണ് ലിഫ്റ്റ്. അപ്പോൾ ആ ലിഫ്റ്റിൽ കയറുമ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പുറത്ത് ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ലിഫ്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് നടക്കാനും പറ്റും. നമ്മളങ്ങനെ അവസാനം ടിക്കറ്റൊക്കെ കൊടുത്ത് നമ്മൾ അതിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. എത്ര ഭയങ്കര വൈഡ് ഇട്ടിട്ട് വരെ നമ്മളത് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ഹെവി ഭയങ്കര സംഭവമാണത്. കുറേ ആളുകളൊക്കെ ക്യൂ നിൽപ്പുണ്ട്. അപ്പോൾ ആളുകളുടെ കൂടെ നമ്മൾ ക്യൂ നിന്ന് പതുക്കെ നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ തൊട്ടടുത്തെത്തി. അതിലിങ്ങനെ തൊട്ടില്ല എന്ന് പറഞ്ഞ് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിരിക്കുകയാണ്. എത്ര രസമാണെന്ന് നോക്കിയേ. ഇനി നമുക്ക് മുകളിലേക്ക് കയറാൻ പോവാണ്.